ചോദ്യവക്താവ് ചോദിച്ചതായ ഹുഫ എന്ന് പറയുന്ന അഥവാ നമ്മുടെ കാലിന് ധരിക്കുന്ന ലെതർ കൊണ്ടുള്ളതായ ഡ്രസ്സിന്റെ പേരാണ് ഹുഫ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ലെതർ കൊണ്ടുള്ള ഡ്രസ്സിനാണ് അത് പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടകാൻ അനുവദിച്ചത്. ആ അനുവദിച്ചതായ ആ തടകുന്ന കാര്യം അത് തണുപ്പ് കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അത് പലപ്പോഴും പ്രയാസമുണ്ടായിരിക്കും ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഹുഫയെ ഊരിയെടുക്കാൻ. ആ പ്രയാസമുള്ളത് കാരണത്താലും ഹുഫ ആകുമ്പോൾ ലെതർ കൊണ്ടുള്ളതാകുമ്പോൾ നാം അതിൻ്റെ മീതെ തടകിയാൽ അകത്തേക്ക് അതിൻ്റെ നനവെത്തുകയും ഇല്ല. ഈ രണ്ട് നിബന്ധനകൾ ഉള്ളത് കൊണ്ട് ആയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാലഘട്ടത്തിൽ അനുവദിച്ചത് ഹുഫയുടെ മീതെ തടകാൻ. താഴെയല്ല തടകേണ്ടത്, മീതെയാണ് തടകേണ്ടത്. മനസ്സിലായില്ലേ? ഹുഫയുടെ മീതെയാണ് തടകേണ്ടത്. ഈ തടവുക എന്നത് 24 മണിക്കൂറാണ് നാട്ടിൽ ജീവിക്കുന്നവർക്ക് അനുവദനീയം. നാട്ടിൽ ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ യാത്രക്കാരല്ലാത്തവർക്ക്. യാത്രക്കാർക്ക് 3 ദിവസമാണ് അനുവദനീയം ഹുഫയുടെ മീതെ തടവുക എന്നത്. ഈ ഹുഫയോട് ഖിയാസാക്കിയിട്ടാണ് ജൗറബ് ഫിഖ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ജൗറബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സോക്സ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ജൗറബ് എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. വ്യക്തമായിട്ട് തെളിവില്ലല്ലോ, അത് ഖിയാസാക്കിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഷാഫി മദ്ഹബുകാരെ പറഞ്ഞാൽ തന്നെ അംഗീകരിക്കാറില്ല. അതേസമയത്ത് മറ്റു മദ്ഹബുകളിൽ നിന്നിട്ട് പല പണ്ഡിതന്മാരും അത് ഖിയാസാക്കിയിട്ട് അനുവദനീയമാണ്, നിബന്ധന പാലിക്കണമെന്ന് ഇവിടുത്തെ മുഫ്തികളൊക്കെ പറയാറുണ്ട്, ഇവിടുത്തെ നേതൃത്വങ്ങളൊക്കെ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതായ ഈ ഹുഫ് എന്ന് പറയുന്ന സാധനത്തിലുള്ള പ്രത്യേകത നാം ധരിക്കുന്ന സോക്സിൽ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ്? സോക്സ് എല്ലാ നമസ്കാരത്തിനും ഒതു പിടിക്കുമ്പോൾ അതിനെ ഊരിയെടുക്കാൻ പ്രയാസമുള്ളതാണ്. രണ്ടാമത് സോക്സ് കട്ടിയുള്ളതാണ്. അപ്പോൾ കട്ടിയുള്ളതാകുമ്പോൾ അതിന്റെ മീതെ നാം തടകിയാൽ വെള്ളത്തിലേക്ക് കൈ വെച്ചിട്ട് ആ വെള്ളം നനഞ്ഞതായ അതിന് അതുകൊണ്ട് തടകലാണല്ലോ, എന്നാൽ അത് കഴുകലല്ലോ. അപ്പോൾ അതിനെ നാം തടകുന്ന സന്ദർഭത്തിൽ ആ നനവ് അകത്തേക്ക് എത്താത്ത രൂപത്തിലുള്ളതായ കട്ടിയുള്ള സോക്സ് ആയിരിക്കണം എന്നതുകൂടി ഹംബലി മദ്ഹബിൽ ഈ വിധി പറഞ്ഞതായ വിഭാഗങ്ങൾ പറയുന്നുമുണ്ട്. അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ നാം സോക്സിന്റെ മീതെ തടകുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ശുദ്ധിയോടുകൂടിയുള്ളതായ ധരിക്കലായിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി കാല് കഴുകിയതായ ഒതുവിൽ ആയിരിക്കണം സോക്സ് ധരിക്കേണ്ടത്. എന്നാലേ ആ സോക്സിന്റെ മീതെ ആ ഒതു എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോൾ നാം ഒതു പിടിക്കുന്ന സന്ദർഭത്തിൽ തടകാൻ ആരംഭിക്കുക. അവിടെ മുതലാണ് 24 മണിക്കൂർ. ഏത് മുതൽ? ഈ ഒതു മുറിഞ്ഞേട മുതൽ. ഏത് ഒതു? ആദ്യം നാം സോക്സ് ഇട്ടപ്പോഴുള്ള ഒതുണ്ടല്ലോ, ആ ഒതു മുറിഞ്ഞേട മുതൽ 24 മണിക്കൂറാണ് പിന്നെ നമുക്ക് തടകാൻ അനുവദനീയം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഉഫയെ കുറിച്ച് പറയാനുള്ളത്. കട്ടായി പോയ അല്ലെങ്കിൽ കാലിന്റെ പല ഭാഗങ്ങൾ കാണുന്ന പിച്ചിച്ചീന്തിപ്പോയ രൂപത്തിലുള്ളതായ സോക്സ് ഒക്കെ ധരിച്ചിട്ട് അതിന്റെ മീതെ തടകുക എന്ന് പറയുന്നത് ഇതിൽ പെടുന്നതല്ല. അതിനൊന്നും തെളിവില്ല. കാമില, അതെ ഞാൻ പറഞ്ഞല്ലോ, ഹുഫ എന്ന് പറയുമ്പോൾ നെരിയാണി അടക്കമുള്ളതിനെ എന്താക്കണം? ആ ഹുഫ വിലയം ചെയ്യണം. അല്ലെങ്കിൽ ഹുഫക്ക് പകരം ധരിക്കുന്ന സോക്സ് വിലയം ചെയ്യണം. എന്നാൽ അത് നെരിയാണിയുടെ മടമ്പൊക്കെ പുറത്താകുന്ന രൂപത്തിലുള്ള സോക്സ് ഇപ്പോൾ കിട്ടും. ഇപ്പോൾ അത് ഫാഷനാണത്. അങ്ങനെയുള്ള സോക്സ് ധരിച്ചാൽ അതിന്റെ മീതെ തടകിയാൽ പോരാ. മനസ്സിലായില്ലേ? അതൊക്കെ ഈ വിഷയത്തിൽ അഥവാ തടകുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇതുവരെ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് സൽക്രമമായി സ്വീകരിക്കട്ടെ. അതിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ.